സ്വാഗതം ചെയ്യാണ്. വെൽക്കം ഓൾ. അതുകൂടാതെ നമ്മൾ ടെസ് പ്രൊജക്ടിന്റെ 1 year സെലിബ്രേഷൻ ഒരു ഹാപ്പി മൂവ്മെന്റിലുള്ളത്. നമ്മൾ ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നലേക്ക് 1 year സെലിബ്രേഷൻ നമ്മൾ കൊണ്ടുപോവാണ്. ആ ഒരു ഹാപ്പിയിലാണ് എല്ലാവരും ഉള്ളത്. ഓക്കെ, അതുകൂടാതെ ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് റഹൂഫ് പെരുമ്പടപ്പ്. ഓക്കെ, ചിലർക്ക് അറിയാം, ചിലർക്ക് പുതിയ ആൾക്കാരാണോ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, ചിലർക്ക് നമ്മൾ നേരിട്ട് കണ്ടതാണ്. എന്തെന്നാലും നമ്മുടെ ഈ പ്രൊജക്ട് പിന്നെ നമ്മൾക്ക് എത്തിച്ച നമ്മുടെ എല്ലാവരും വിശ്വസിക്കുന്ന, ഓരോരുത്തരും വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തോട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് താങ്ക്സ് പറയാം. അതുകൂടാതെ നമ്മുടെ ഈ 3 മാനേജ്മെന്റ്, അബുക്ക, രഞ്ജിത്ത് സർ, കെവിൻ സർ അവരോടും, പിന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡറായ നുസ്രത്ത് മാഡത്തിനോടും, പിന്നെ നമ്മുടെ ഫേവറേറ്റ് ടോപ്പ് 8 ലീഡേഴ്സിനോടും, അതുകൂടാതെ നമ്മൾ തീരെ മറക്കാനാവാത്ത നമ്മുടെ T3 നമ്മുടെ ലീഡേഴ്സിനോടും താങ്ക്സ് ടു ഓൾ. പിന്നെ നമ്മുടെ ഈ പ്രൊജക്റ്റില് കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ പ്രൊജക്ടിന്റെ ഈ ടെസിന്റെ പ്രൊജക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഓരോ പ്രൊജക്ടുകൾ വന്ന വഴികൾ വളരെ ബ്യൂട്ടി ആയിട്ട് വന്നുള്ളതാണ്. നമ്മളോട് പറയുന്നതിന് മുന്നേ തന്നെ, നമ്മളോട് പറഞ്ഞ സമയത്തിന് മുന്നേ തന്നെ നമ്മളെ ഈ പ്രൊജക്ടിന്റെ ലോഞ്ചിങ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓരോ അച്ചീവ്മെന്റ് വരുന്ന ആൾക്കാർക്കും അതിൻ്റെതായ അവർക്ക് കിട്ടുന്ന ഒരു റിവാർഡ്സും, അതേപോലെ നമ്മുടെ ഈ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് നടന്ന ഓരോ മീറ്റിങ്ങുകളും ലോഞ്ചിങ് സമയങ്ങളും, നമ്മുടെ ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണ മുൻപ് തന്നെ ആലപ്പുഴയിലും കൊടൈക്കനാലിലും തായ്ലൻഡ്, അതേപോലെ ശ്രീലങ്ക, ഇപ്പൊ നമ്മൾ ഇനി ഗോവയിൽ പോകുന്നു, മലേഷ്യയിൽ പോകുന്നു. ഇതൊക്കെ പോയതും ഇനി പോകാനുള്ളതുമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക്. അതൊക്കെ ഈ പ്രൊജക്റ്റിൽ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയതാണ്. അതേപോലെ ഇതിനെ കുറിച്ചിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മൾ അഷറഫ് ഖാൻ, നമ്മുടെ ഗ്രേറ്റ് ലീഡർ, എൻ്റെ ടോപ്പ് ലീഡറാണ് അഷറഫ് ഖാൻ. ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നതാണ്. അഷറഫ് ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓരോ അച്ചീവ്മെന്റും വളരെ വേഗത്തിൽ ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്ത ഒരു ലീഡറാണ്. അപ്പോൾ നമുക്ക് സ്ക്രീനിലേക്ക് നമ്മുടെ ഷെർഫ് ഖാനെ സ്വാഗതം ചെയ്യാം. വെൽക്കം ഷെർഫ് ഖാൻ, പ്ലീസ് വെൽക്കം ടു ദ സ്ക്രീൻ. ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, നമസ്കാരം. റൌഫ് എന്നെ പരിചയപ്പെടുത്തി കാണും. വോയിസ് കേൾക്കുന്നില്ലേ? ഓഡിയോബിൾ അല്ലേ? ഹലോ, വോയിസ് ഓഡിയബിൾ ആണ്. പക്ഷെ ആ ഫോൺ ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ഫേസ് ശരിക്കും കാണില്ല. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. അപ്പൊ റൌഫ് എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. എന്റെ പേര് അഷ്റഫ് എന്നാണ്. എന്റെ സ്വദേശം ഇവിടെ പെരുമ്പടപ്പ് കുത്തമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ടെസിൽ വന്നിട്ട് ഏതാണ്ട് തുടക്ക സമയത്ത് തന്നെ, ഇപ്പോ 1 വർഷമായി. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് ഞാനും വന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ പ്ലാറ്റ്ഫോം നമ്മളിലേക്ക് എത്തിച്ച മാനേജ്മെന്റിനോടാണ്, അതിനു മുന്നേ ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഓരോരുത്തർക്കും തന്ന ദൈവത്തോടും നന്ദി പറയുന്നു. പിന്നെ ടോപ്പ് 8 ലീഡർമാര്, അവരെ ഒരിക്കലും സ്മരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ എല്ലാ വളർച്ചയിലും എൻ്റെ അനിയനടക്കമുള്ള റഫീഖും ജയേഷും, അവരൊക്കെ ഞങ്ങൾ 4 പേരും ഒരേ സ്ഥലത്തു നിന്നാണ്. വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, അയൽവാസികളാണ്. അപ്പോൾ എൻ്റെ എല്ലാ വളർച്ചയിലും അവർ വഹിച്ചൊരു പങ്ക് വളരെ വലുതാണ്. അപ്പോ കുറെ കാര്യങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ഇനി ഒരു ആവർത്തന വിരസത വരുത്തണ്ട എന്നുള്ള രീതിയിലാണ്. ഇവിടെ നമ്മൾ ടെസ് എന്ന് പറയുന്ന ഈ ഒരു അവസരം തന്ന മാനേജ്മെന്റിനോട് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ ആ അവസരം ടോപ്പ് 8 എത്തിച്ച നുസ്രത്ത് മാഡത്തിനോടും. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന എൻ്റെ ടീം അംഗങ്ങളോടാണ്. എല്ലാവരും പറയും ഞാൻ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഓരോ അച്ചീവ്മെന്റുകളും നടത്തിയെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം ഒരു കഴിവുകൊണ്ടല്ല.
എൻ്റെ കൂടെ വന്ന എൻ്റെ ടീം അംഗങ്ങളിൽപ്പെട്ട ഒട്ടനവധി പേരുണ്ട്. ഈ ഒരു കൺസെപ്റ്റിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ വേറൊരു അസറ്റും കൂടിയിട്ടാണ് കേരളത്തിൽ എവിടെ പോയാലും അന്തി ഉറങ്ങാൻ ഒരു റൂം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം കേരളത്തിൽ ഒരുവിധമുള്ള എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ടീമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരുപാട് ആൾക്കാർ ഞാൻ എവിടെ പോയാലും എന്നെ സഹായിക്കാനോ അല്ലെ എനിക്കൊരു ആവശ്യം വന്നാലോ എന്റെ ടീം അംഗങ്ങൾ ഉണ്ടാവും എന്നുള്ളത് വേറൊരു അസറ്റും കൂടിയിട്ടാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മളെ സാമ്പത്തികം മാത്രമല്ല, നമുക്ക് അത്രയും വലിയൊരു സുഹൃത്ത് ബന്ധം കൂടി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നും സംശയത്തോടു കൂടി നോക്കുന്ന അവസരങ്ങളൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. കിട്ടുന്ന അവസരങ്ങളിൽ തന്നെ 90% ജെന്യൂനിറ്റി ഉണ്ടാവോ അല്ലെങ്കിൽ ഒരു ശരിയായ പ്ലാറ്റ്ഫോം ആണോ എന്നൊന്നും അറിയാത്തൊരു സാഹചര്യത്തിൽ ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ട്രഡീഷണൽ ബിസിനസ് നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ എവിടെയാണെങ്കിലും ഒരു ട്രഡീഷണൽ ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളും ഇന്ന് പേടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഏതൊരു പൊതു മാർക്കറ്റിൽ കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടാത്തതായ ഏതൊരു സാധനം നമുക്ക് ഓൺലൈൻ മാർക്കറ്റിലൂടെ നമ്മളുടെ വീട്ടുമുറ്റത്തെത്തുന്ന കാലഘട്ടത്തിൽ 1% പോലും വിശ്വസിക്കാൻ ഒരു വഴിയുമില്ലാത്ത പല ട്രഡീഷണൽ ബിസിനസ്സുകളും പൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടും നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്ന ടസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്നും ആൾക്കാർ സംശയത്തോടു കൂടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്താ പറയാ ഒരു ദൈവകടാക്ഷം എന്നൊക്കെ പറയില്ലേ, അത് കിട്ടാൻ ഇനിയും സമയം അവർക്കുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത്രയും നല്ലൊരു അവസരം, അതും ഒരു വർഷമായിട്ട് ഇതുവരെയും ഒരു അപ്ഡേഷന്റെ ഭാഗമായിട്ടൊരു സൈറ്റ് ബ്ലോക്ക് ചെയ്യോ അല്ലെങ്കിൽ ഒരു ആർക്കെങ്കിലും ROI വരാതിരിക്കുകയോ അതല്ലെങ്കിൽ വിഡ്രോവലിന്റെ പ്രശ്നങ്ങളോ മറ്റ് ഏതൊരു കൺസെപ്റ്റും നമ്മളെ മിക്ക ആൾക്കാരും ഒട്ടനവധി കൺസെപ്റ്റുകൾ ഇതിന്റെ മുന്നേ ചെയ്ത ആൾക്കാരാവും. പക്ഷെ അവർക്കൊക്കെ ഇതിന്റെ മുന്നേ വന്നിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്, അപ്ഡേഷൻ ആണെന്ന് പറഞ്ഞ് പല കൺസെപ്റ്റുകളും നമുക്ക് വിഡ്രോയിൽ നിർത്തുന്നു, അല്ലെങ്കിൽ ദിവസം വരുന്ന വരുമാനം കുറയുന്നു, അല്ലെങ്കിൽ പ്ലാൻ മാറ്റം വരുത്തുന്നു. ഇതൊന്നും സംഭവിക്കാതെ തുടക്കം മുതൽ നേരത്തെ റൌഫ് സൂചിപ്പിച്ച പോലെ നമ്മുടെ മാനേജ്മെന്റ് എന്താണോ പറയുന്നത് അത് ആ പറഞ്ഞതിനേക്കാൾ സമയം മുന്നേ നമ്മളിലേക്ക് എത്തിക്കുകയും അവർക്ക് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞ പോലെ അവർ പറയുന്നതേ ചെയ്യുള്ളൂ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ പറയാറുള്ളൂ. അത് നമ്മളൊരു വർഷമായിട്ട് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുക. ഇന്നും സംശയത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും നമ്മളൊക്കെ ഈ ഒരു ബിസിനസ്സുമായിട്ട് ചെല്ലുമ്പോൾ അതല്ല ട്രഡീഷണൽ ബിസിനസ് ആണ് ഞങ്ങൾക്കൊക്കെ പറ്റിയത് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതാണ്. പിന്നെ എനിക്ക് ഇപ്പൊ ഈ ഒരു വർഷം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ റൌഫ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡയമണ്ട് റാങ്കിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ കുറിച്ച് രണ്ടാമത്തെ ഒരു സന്തോഷം. ഇവിടെ കെവിൻ സാർ നമ്മളെ കൊടൈക്കനാലിൽ വെച്ചിട്ട് എല്ലാവരോടും ഓരോ ഗോൾ സെറ്റ് ചെയ്യാം. അന്ന് കൊടൈക്കനാലിൽ പങ്കെടുത്ത ആൾക്കാർക്കൊക്കെ അറിയുമായിരിക്കും. എല്ലാവരോടും ഓരോ ഗോൾ സെറ്റ് ചെയ്യാനും ആ ഗോളിനൊരു സമയം സെറ്റ് ചെയ്യാനും നമ്മളോട് എല്ലാവരോടും പറഞ്ഞു. അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ടസിൽ വന്നത് 2 സ്പാർക്കാണ് എനിക്ക് ശരിക്കും കിട്ടുള്ളൂ. ഒന്നാമത്തെ സ്പാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ രാജീവ് സാറ് ഫസ്റ്റ് മീറ്റിംഗ് ആലപ്പുഴ വെച്ച് തിരിച്ചു വരുന്ന സമയത്ത് ബസ്സിൽ നിന്നും പറഞ്ഞ ഒരു വാക്ക്, അതാണ് ഞാനിതിൽ കൂടുതൽ ഇറങ്ങാനുണ്ടായ ഒരു കാരണം. രണ്ടാമത്തത് നമ്മളെ കെവിൻ സാറ് കൊടൈക്കനാലിൽ വെച്ചിട്ട് നമുക്ക് തന്ന ഈ ഒരു ഗോൾ സെറ്റ് ചെയ്യാനും ആ ഗോൾ സെറ്റ് ചെയ്തതിനൊരു സമയം സെറ്റ് ചെയ്യാനും നമ്മളോട് പറഞ്ഞു. അന്ന് ഞാൻ അവിടുന്ന് പറഞ്ഞത് ഇത്ര സമയത്തിനുള്ളിൽ ഞാനൊരു കാറ് സ്വന്തമാക്കും, അതിന്റെ ബ്രാൻഡ് അടക്കം ഞാൻ അവിടെ വെച്ച് പറഞ്ഞു. അത് ദൈവം സഹായിച്ച് എനിക്ക് സാധിച്ചു. രണ്ടാമത്തത് പിന്നെ ഈ ഒരു വർഷം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ എനിക്ക് ഡയമണ്ട് റാങ്ക് എത്താൻ കഴിഞ്ഞത് ഇതേപോലെ ഒരു ഗോൾ സെറ്റ് ചെയ്തതിന്റെ ഗുണമാണ്. അതിന് സാക്ഷിയായത് നമ്മുടെ ടോപ്പ് 8-ലെ ഗ്രേറ്റ് ലീഡർമാരായ ശശിഭായും അതേപോലെ റഫീഖ് ഭായും. നമ്മളെ ശ്രീലങ്ക വെച്ചിട്ടാണ് ഞാൻ അവരോട് ഇങ്ങനെ ഒരു സംഭവം ഞാൻ പറയുന്നത്. സംഭവം ഇത് പറയുന്ന സമയത്ത് എനിക്ക് ഒരു 50% പോലും ഉറപ്പുണ്ടായിരുന്നില്ല എനിക്ക് ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത്. കാരണം ഏതാണ്ട് 82 ലക്ഷം 82,000 ഡോളറെങ്കിലും പിന്നെയും വേണമായിരുന്നു ഈ 2 മാസ സമയം ഞാൻ പറയുന്നു. അപ്പൊ ഞാനൊരു ഗോൾ സെറ്റ് ചെയ്ത് അതിനൊരു ഡേറ്റും കൊടുത്തു. അതിന് മുന്നേ എങ്ങനെയെങ്കിലും എനിക്കത് നേടണം എന്നുള്ളൊരു ഉറച്ച വിശ്വാസം കൊണ്ട് ഞാൻ ഇറങ്ങി പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞ സമയത്തിനേക്കാൾ മുന്നേ എനിക്ക് ദൈവം സഹായിച്ച് എനിക്ക് നേടാൻ പറ്റി. അപ്പൊ ഇത് എല്ലാവർക്കും പറ്റുന്നതാണ്. പലവരും ചോദിക്കാറുണ്ട് എങ്ങനെ നിങ്ങൾ ഇത് നേടിയെടുക്കുന്നു. ഞാൻ എൻ്റെ ഒരു വലിയ ഒരു അഹങ്കാരമായിട്ട് പറയല്ല, ഞാൻ മിക്ക സ്ഥലത്തും ഞാൻ ഒറ്റക്ക് പോയിട്ടാണ് ഞാൻ ടീം ബിൽഡ് ചെയ്യാറ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ടോപ്പ് 8-ന്റെ തിരക്ക് എനിക്കറിയാം,
എന്നിരുന്നാലും അവരെ ഓരോ സമയത്തും ഓരോ സംശയങ്ങൾക്കും എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അവരെ ഞാൻ ഓൺലൈനായിട്ട് ഒരാളല്ലെങ്കിൽ മറ്റാളെ ഞാൻ ഇപ്പൊ ഇന്നലെ ഷാഹിൻ ഭായിനെ വിളിച്ചിരുന്നു. ജയേഷിനെ വിളിച്ചപ്പോൾ ജയേഷ് ബിസി ആയിരുന്നു. അപ്പൊ ഞാൻ ഷാഹിൻ ഭായിനെ വിളിച്ചു. അപ്പൊ അല്ലെങ്കിൽ എന്റെ അനിയനെ വിളിക്കാറുണ്ട്. ഓരോ സമയത്തും നമുക്ക് അവരുടെ സമയത്തിന്റെ വില നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ മാക്സിമം ഞാൻ അവരെ കൂടെ കൊണ്ടുപോകാറില്ല. ഒറ്റക്ക് പോയിട്ട് ഇനി അവിടുന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ സുധീഷ് ഭായിനാണ് ഏറ്റവും കൂടുതൽ ഞാൻ വിളിച്ചിട്ടുണ്ടാവുക. അപ്പോ ഇവിടെ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. ഒരു ഗോൾ സെറ്റ് ചെയ്താൽ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ ഉദ്ദേശിച്ച ഒരു സമയം കൂടി കണക്കൂട്ടി വെക്കുകയാണെങ്കിൽ, അതിന് ആത്മാർത്ഥമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് തന്നെ ഇറങ്ങണം. ആത്മാർത്ഥമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നേടാൻ പറ്റാത്ത ഒരു അച്ചീവ്മെന്റും ഇല്ലാന്ന് തെളിയിച്ച ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. എനിക്കുള്ളതൊക്കെ കുറച്ച് പ്രവാസത്തിൽ മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് പ്രവാസത്തിൽ വളരെ കുറച്ച് ആൾക്കാരെ ഈ ബിസിനസ്സിൽ എന്റെ കൂടെ വന്നിട്ടുണ്ട്. ഒരു ബന്ധവും ഇല്ലാത്ത, ഞാൻ ജീവിതത്തിൽ കാണാത്ത പല ആൾക്കാരും എന്റെ കൂടെ കട്ടക്ക് നിന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിലിപ്പോ ഇതിൽ അബൂതാഹിർ, നമ്മളെ പത്തിരിപ്പാൽ അബൂതാഹിർ ഉണ്ടാവും, സുനീർ, അങ്ങനെ ഒട്ടനവധി ആൾക്കാർ, പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ നമ്മൾ ഓരോ കണക്ഷനിലൂടെ അവരൊക്കെ ബന്ധപ്പെട്ട് അവരിലേക്ക് ഈ പ്ലാൻ എത്തിച്ച് അവരിതിലേക്ക് വന്നു. ഇന്ന് അവര് നല്ല രീതിയിൽ ഇതിൽ നിന്നും വരുമാനം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അച്ചീവ്മെന്റിൽ എത്താൻ അവരിൽ ഓരോരുത്തരുടെയും പ്രയത്നം എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവരോട് എല്ലാവരോടും ഞാൻ ഈ ഒരു അവസരത്തിൽ കൂടി നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മളെപ്പോഴും നമ്മളെ ടീമിനെ ചേർത്ത് പിടിക്കുക. മാക്സിമം അവര് നമ്മളെ വിളിക്കുമ്പോഴോ നമുക്ക് മെസ്സേജ് അയക്കുമ്പോഴോ ഒരുപാട് സമയം വൈകാതെ തന്നെ, നമുക്ക് ബിസി ആണെങ്കിൽ പോലും ഞാൻ പറ്റാവുന്ന സമയങ്ങളിലൊക്കെ അവരെ കോൾ എടുക്കുകയും അല്ലെങ്കിൽ അവരുടെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഒന്നൊരിക്കലോ വല്ല ഉറക്കത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളതിലെ പെട്ടുപോയാൽ മാത്രമേ വൈകാറുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉദ്ദേശിച്ചാൽ, ഇപ്പൊ റാങ്ക് ബേസിൽ പറയാണ്, ഇപ്പൊ റൂബി റാങ്കിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരു സമയം കണക്കൂട്ടി, എനിക്ക് ഇത്ര സമയത്തിനുള്ളിൽ സിൽവറിൽ എത്തുന്ന കണക്കൂട്ടി നമുക്ക് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നേടാൻ പറ്റും. വലിയ കാര്യമുള്ളതൊന്നുമില്ല. സുഹൃത്ത് ബന്ധങ്ങൾ വളരെ കുറവുള്ള ഞാൻ ഇതിലേക്ക് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരുമായിട്ട് ഞാൻ ഈ ബിസിനസ് കൊടുത്തു വന്നപ്പോൾ എനിക്ക് നേടാൻ കഴിഞ്ഞെങ്കിൽ, ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുള്ള നിങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഈ എല്ലാ എല്ലാ റാങ്കുകളും അച്ചീവ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്ന എനിക്ക് 100% ഉറപ്പാണ്. ഇപ്പൊ സിൽവർ റാങ്കിലാണെങ്കിൽ നമുക്ക് $5000 നമുക്ക് വേണ്ടത്. വളരെ ഈസിയാണ്. നമുക്ക് നമ്മളെ കീഴെ വർക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 ആൾക്കാർ വന്നാൽ പോലും നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓരോ റാങ്കുകളും അച്ചീവ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ വേണ്ടത്, നമ്മൾ നല്ലൊരു ലീഡർ ആവാൻ. അതിനോടൊപ്പം തന്നെ നമ്മളുടെ കൂടെ വന്ന ഓരോ ആൾക്കാരിലേക്കും അവരിലേക്ക് ഒരു ലീഡർഷിപ്പ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരു പ്ലാൻ പ്രസന്റേഷനും അല്ലെങ്കിൽ ഒരു ഐഡിയ അടിക്കാനുള്ള അറിവുകളൊക്കെ അവരിലേക്ക് പകർന്നു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ അവരെ കൂടെ പോയേക്കാണെങ്കിൽ പോലും അവരെ കൊണ്ട് പ്ലാൻ പ്രസന്റ് ചെയ്യിക്കുക. അങ്ങനെ അവരിലേക്ക് നമ്മൾ ലീഡർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ കണ്ടൊരു വഴി. അതേപോലെ പേൾ റാങ്ക് $10000 വളരെ ഒരുപാട് ആൾക്കാർ ഇതിന് പേൾ റാങ്ക് ആയാലുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ 2 സൈഡിലും $10000 വന്നാൽ നമുക്കൊരു സ്പോട്ടിൽ തന്നെ നമുക്ക് $200 നമുക്ക് കിട്ടുന്നു. ഇങ്ങനത്തെ അവസരങ്ങൾ സ്പോട്ടിലൊക്കെ ഇത്രയും പെട്ടെന്ന് കിട്ടുന്നതും അത് അപ്പൊ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളും പ്ലാറ്റ്ഫോമുകളൊക്കെ വളരെ കുറവാണ്. ഞാൻ കണ്ടിട്ടില്ല ഇതിന് മുന്നേ. അപ്പൊ നമ്മൾ ആദ്യം തീരുമാനിക്കണം നമുക്ക് എന്ത് വേണം, നമ്മൾ എങ്ങനെ പോകണം, ഏത് ലെവലിൽ നമ്മൾ എത്തണം. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഇതിൽ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ സാധിക്കാത്ത ഒരു സ്വപ്നങ്ങളും ഇല്ല എന്നാണ് എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചത്. ഈ ഒരു വർഷം കൊണ്ട് ഇനിയും നേരം വഴിയിട്ടില്ല. ഓരോരുത്തരും നല്ല ലീഡർ ആവുക, നമ്മളെ ടീമിനെ നമ്മൾ കൂടെ കൂട്ടി നിർത്തുക, എല്ലാവരും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുക, സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണ്ട അപ്ഡേഷനുകളും കാര്യങ്ങളും ടീമിലേക്ക് എത്തിക്കുക. അവരുടെ എന്ത് ആവശ്യങ്ങൾക്കും നമ്മളെ വിളിച്ചാൽ കിട്ടുന്നുള്ളൊരു ആത്മവിശ്വാസം അവരിൽ ഉണ്ടാക്കിയെടുക്കുക. അവര് നമ്മളെ കൂടെ ഉണ്ടാവും എല്ലാ കാര്യത്തിലും. അപ്പോ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ഓരോരുത്തരും ഓരോ ഗോൾ സെറ്റ് ചെയ്യുക. നമ്മളൊക്കെ എവിടേക്ക് എത്തണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അത് എത്ര സമയം കൊണ്ട് എത്തണം എന്നുള്ളതും തീരുമാനിക്കുക. ആ തീരുമാനിച്ച സമയത്തിനുള്ളിൽ എത്താൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. യാതൊരു സംശയമില്ല, നിങ്ങൾ ഓരോരുത്തരും എല്ലാ റാങ്കുകളും അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ബാക്ക് ടു റൌഫ്. താങ്ക് യു അഷ്റഫ് ഖാൻ, താങ്ക് യു വെരി മച്ച്. അഷ്റഫ് ഖാൻ പറഞ്ഞ ഒരുപാട് വാല്യുബിൾ ഇൻഫർമേഷൻ ഉണ്ട്. നമ്മുടെ ഇതിൽ ഫസ്റ്റ് പറഞ്ഞത് അഷ്റഫ് ഖാൻ അതിൽ ഒരു ഗോള് സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമ്പോൾ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ ഒരു അച്ചീവ്മെന്റ് നമ്മൾ കവർ ചെയ്ത് തന്നെങ്കിലും
അപ്പോൾ ഞാൻ ഉൾപ്പെടെ ഒരു ഗോൾ സെറ്റ് ചെയ്യണം, ഇത് മസ്റ്റാണ്. അതേപോലെ ഈ ഗോൾ സെറ്റ് ചെയ്തതിലുപരി നമ്മുടെ ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, നമ്മളെ ഓരോ ഇൻഫർമേഷൻ അവരുടെ എത്തിക്കുക, അതുപോലെ തന്നെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ. അത് നമ്മൾ ഓരോ പ്ലാൻ, ഇപ്പോൾ നമ്മളൊരു പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മുന്നേ പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത പോലെയല്ല. കാരണം നമുക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ പറഞ്ഞു തീർക്കാനുണ്ട്. മുന്നേ നമ്മളൊരു 5 മിനിറ്റിൽ 10 മിനിറ്റിൽ പ്ലാൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ നമുക്ക് അതൊന്നും സാധിക്കുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ള കറക്റ്റ് വിട്ടുപോവാതെ നമ്മളത് നോട്ട് ചെയ്ത് നമ്മൾ പ്ലാൻ കൊടുക്കുമ്പോൾ അത് കൃത്യമായി അവർക്ക് എത്തിക്കാനും, ഓരോ നമ്മൾ മറന്നു പോവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓരോ പ്ലാനുകൾ, പോയിന്റുകൾ കൃത്യമായിട്ട് നമ്മൾ തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമ്മൾ പറയുന്ന പ്ലാനുകൾ കുറെ കാലം നമ്മളെ പ്ലാൻ വിട്ടുപോകാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോൾ അടുത്ത് ഞാൻ പ്ലാൻ, ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഏത്രനെ കുറിച്ചിട്ട് പറയാൻ വിട്ടുപോയി. കാരണം അവരതിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടീം ഒരു പോയിന്റ് ആയിരുന്നു നമ്മുടെ നമ്മുടെ വെർച്വൽ വേൾഡിനെ കുറിച്ചിട്ട്. പക്ഷെ ഞാനത് പറഞ്ഞില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചത്. പക്ഷെ ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ്. അതേപോലെ നമ്മൾ ഒരുപാട് പ്ലാനുകളുണ്ട്. അപ്പൊ ഇടയ്ക്ക് അതൊന്ന് നമ്മളൊന്ന് റിവിഷൻ ചെയ്തിട്ട് നോക്കുക നമ്മൾ തന്നെ. പിന്നെ അതേപോലെ നമ്മൾ വിട്ടുമ്പോൾ സാധ്യത ഉള്ളതാണ്. ഇപ്പോൾ ഷഫ്ക പറഞ്ഞ പോലെ ഓരോ ടീമുകൾ സെറ്റ് ചെയ്യുമ്പോൾ അവരെ ഇടയ്ക്ക് നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യുന്നത് മസ്റ്റ് തന്നെയാണ്. കാരണം സംഭവം നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും ഓരോ ടൈമുകൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടീമിൽ എത്ര പേരുണ്ടെന്ന് വരുന്നത് നമ്മൾ അറിയില്ല. അപ്പൊ അവരെ ആരൊക്കെ നമ്മൾ എത്തിയിട്ട് നോക്കിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പൊ ഷഫക്ക പറഞ്ഞ ഒരു ചെറിയ ചെറിയ പോയിന്റുകളാണ്, വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഷഫക്ക പ്രസന്റ് ചെയ്യുക. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഷഫക്ക എന്താ പറഞ്ഞു പോകണമെന്നുള്ള മനസ്സിൽ നമ്മളങ്ങനെ ഇരുന്ന് പോകും. പക്ഷെ അത് ഷഫക്കയുടെ ഒരു കഴിവാണ്, നമ്മളിങ്ങനെ ഇരുന്നിങ്ങനെ കേട്ടു പോകും. പക്ഷെ നമ്മൾ ഒരുപാട് പോയിന്റുകൾ ഉണ്ടാവും അതിൽ, നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ തന്നെ എടുക്കണം. പിന്നെ നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് നമ്മളെല്ലാവരും പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗോവ, ഇപ്പോൾ അടുത്ത് നിൽക്കുന്ന ഗോവ നമ്മളൊരു ട്രിപ്പ് ഉണ്ട്. അപ്പൊ എല്ലാവരും അതിലേക്ക് ഇതിലുള്ള ആൾക്കാരും ഞാൻ ഉൾപ്പെടെ വരാനും, പിന്നെ നമ്മളെ കൂടെ ഒരു മിനിമം ഒരു 5 പേരെ നമ്മൾക്കത് ആഡ് ചെയ്യാനും, മിനിമം കൂടുതലാണ് വേണ്ടത്, എന്നാലും മിനിമം 5 പേരെ ആഡ് ചെയ്യാൻ നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ സ്ട്രോങ് ആക്കി കൊണ്ടുപോവുക. പിന്നെ നമ്മുടെ ഒരു പ്ലാൻ പറയുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ടീം നമ്മുടെ മാനേജ്മെന്റിന് നമ്മൾ ഒരിക്കലും ഓരോ പ്രസന്റേഷനിലും നമ്മളത് ഒരിക്കലും വിട്ടുപോകാറില്ല. കാരണം അത്രയും നമ്മള് ദിവസം കണ്ടില്ലെങ്കിൽ ദിവസം അവർ നമ്മളെ ലൈഫിൽ വന്നു പോകുന്നുണ്ട് നമ്മൾ ഓരോ പ്ലാനിലും. അതേപോലെ തന്നെ ടോപ്പ് 8ന്റെ ആണെങ്കിലും നുസ്രത്ത് മേഡം ആണെങ്കിലും. പക്ഷെ നമ്മൾ അറിയാതെ നമ്മൾ അവരോട് ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരു താങ്ക്സും കടപ്പാടും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവർക്ക് പോകുന്നുണ്ട്, നമ്മുടെ പ്ലാൻ പറയുന്നത് കൂടി. അതുപോലെ ടോപ്പ് 8ന്റെ അതൊരു ധൈര്യമാണ്. ടോപ്പ് 8 നമ്മുടെ ബാക്കിലുള്ളത്. നമുക്കിപ്പോ നമ്മൾ പറഞ്ഞാലും ഷഫ്ക പറഞ്ഞില്ലേ, ഇങ്ങനെ വിളിച്ച് ചെറിയ ഡൗട്ടുകൾ കഴിഞ്ഞാൽ അതൊരു ധൈര്യമാണ് നമുക്ക് ആ ടോപ്പ് 8. അപ്പൊ അവരോട് ഒരുപാട് താങ്ക്സ്. കാരണം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ക്ലിയർ ആയിട്ട് നമ്മൾ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് എല്ലാം വെട്ടിത്തെളിച്ച് തന്നിട്ടുണ്ട് നിങ്ങളത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ളത്. അപ്പൊ ഇതിന് മുൻപുള്ള ഇതൊന്നും അവരെത്ര ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ അത് കണ്ടിട്ടില്ല. കാരണം അവരത് കണ്ടിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ ഒരാളത് പറയുമ്പോൾ നമുക്കത് അങ്ങനെ കേട്ടിരിക്കും. പക്ഷെ നമ്മൾ അതിന്റെ ഒരു റിസ്ക്കും അതിന്റെ ഒരു ഇതും നമ്മൾ ചിലപ്പോൾ ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളത് ഓരോ ഇതിനും അവർ പറയാറുണ്ട് നമ്മളോട് ഇങ്ങനെയാണ്. പക്ഷെ അതൊക്കെ ഒരു ഹാർഡ് വർക്ക് ആയിരുന്നു. അപ്പൊ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിനെ നന്നായിട്ട് നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി അധികം സമയമൊന്നുമില്ല. നമ്മൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റ് 4 വർഷം നമുക്ക് ഇനി ഇത് കൊണ്ടുപോകാനുള്ളൂ. അപ്പൊ അതിലുള്ള മാക്സിമം നമ്മളെല്ലാം വർക്ക് ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോവുക. ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റഡ് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ളത് മാനേജ്മെന്റ് നമുക്ക് കിട്ടാറില്ല. അപ്പൊ അതൊക്കെ അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണ്. നമ്മളാണ് ഏറ്റവും കൂടുതൽ അതിൽ നോക്കി ചെയ്യേണ്ടത്. നമ്മൾ അതിന് വിട്ടുപോകരുത്. ചില സാഹചര്യങ്ങളും നമ്മളേതായ പേഴ്സണലായ കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിലും കൂടെ പോകുമ്പോൾ ഇതും തന്നെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഈ ഒരു ടൈമിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു സൂമിൽ വന്ന് ഇത് കേൾക്കാനും ഒക്കെ സമയം കണ്ടിട്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി നമ്മൾ ഇങ്ങനെ 1 ഇയർ സെലിബ്രേഷൻ കൊണ്ടുപോവാണ്.
അപ്പോൾ അതെല്ലാവർക്കും അതിൻ്റെ ഒരു ഹാപ്പി എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യാണ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇനി അടുത്ത ഇതിൽ മീറ്റ് ചെയ്യാം. താങ്ക്സ് ടു ഓൾ എല്ലാവർക്കും കാണാം.